മേഘനെ, നിനക്ക് കുടിക്കാൻ വെള്ളം വേണോ? ഞാൻ ചെന്ന് എടുത്ത് കുടിച്ചോളാം ശാലിനി. എന്നാ ശരി വരണമേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. അതെന്താച്ച വന്ന കാലം തിരിച്ചു പോകുന്നേ? നിന്നെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ മേഘനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. അല്ലായിരുന്നെങ്കിൽ അവിടുത്തെ ജോലി തിരക്കിനിടയിൽ എനിക്ക് വരാൻ എപ്പോഴാ സമയം? പിന്നീട് ഒരിക്കലും സാവകാശം വരാം. മേഘന എവിടെ? ആളെ കാണുന്നില്ലല്ലോ. അവൾ ചെറിയമ്മയുടെ വീട് വരെ ഒന്ന് പോയിരിക്കുക. ഓ, അത് ശരി. പോകുന്നതിന് മുൻപ് അവളെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെ കാണാം. ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി അപ്പൂപ്പ, സൂക്ഷിച്ചു പോണേ. സൂക്ഷിക്കേണ്ടത് ഞാനല്ലടാ, നീയാ. നിനക്കിപ്പോ സമയം ശരിയല്ല. അതുകൊണ്ടാണല്ലോ ഏതു നേരവും ഓരോ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ മറ്റാരേക്കാളും ശ്രദ്ധ വേണ്ടത് നിനക്കാണ്. അതൊന്നും ഓർത്ത് ഗ്രാൻഡ് വിഷമിക്കണ്ട, ഞാനെല്ലാം ശ്രദ്ധിച്ചോളാം. ടേക്ക് കെയർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ അരുണമേ. വലിയേട്ടാ, ഏട്ടത്തി എങ്ങോട്ടാ പോയേ? ചെറിയമ്മയുടെ വീട് വരെ പോയതാ. ചെറിയമ്മയുടെ വീട്ടിലേക്കാണെങ്കിൽ സാരമില്ല. അവിടുന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിരുന്നോ? വിവേക്, വെറുതെ ചോദ്യം ചോദിച്ച് ക്യൂരിയോസിറ്റി കൂട്ടാതെ കാര്യം എന്താന്ന് പറയുന്നുണ്ടോ? അവൾ എവിടെ പോയാൽ നമുക്കെന്ത്? അതും മിഥുനോട് ചോദിച്ചിട്ടാണല്ലോ അവള് പോയേക്കുന്നത്. ഏട്ടത്തി വലിയേട്ടന്റെ ജാതകമായിട്ട് ജോത്സ്യരെ കാണാൻ പോയിരിക്കുക. ജോത്സ്യരെ കാണാൻ പോയിരിക്കുന്നു. സത്യമാണ് വല്യമ്മേ. വലിയേട്ടന്റെ ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ജാതകം എടുത്തുകൊണ്ട് ജോത്സ്യരെ കാണിക്കാനാണ് ഏട്ടത്തി പോയിരിക്കുന്നത്. പെട്ടെന്ന് എന്താ അവൾക്ക് ഇങ്ങനെ തോന്നാൻ? അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്താ ഇങ്ങനൊരു സംശയം തോന്നാൻ? ആർക്കായാലും തോന്നുമല്ലോ വല്യമ്മേ. ഒന്നിനു പുറകെ ഒന്നായി ഓരോ അപകടങ്ങൾ ഉണ്ടാവുമ്പോ ഇതൊക്കെ സ്വാഭാവികമല്ലേ? മേഘനടുത്ത് ഇവിടെ നടക്കുന്നതെല്ലാം കാണുന്നുണ്ടല്ലോ. അതല്ലടാ, സംശയം തോന്നിയാലേ തെറ്റില്ല. ഒന്നുമില്ലെങ്കിലും നമ്മളോടൊരു വാക്കെങ്കിലും ചോദിക്കണ്ടായിരുന്നോ? നമ്മൾ വേണ്ടെന്ന് പറയുമെന്ന് കരുതിയായിരിക്കും ചിലപ്പോ ഏട്ടത്തി ഇത് ആരോടും പറയാതിരുന്നേ. അതിനി എന്ത് തന്നെയായാലും മിഥുന്റെ കാര്യത്തിൽ മേഘന കാണിച്ച ഈ അവിവേകം വലിയ തെറ്റ് തന്നെയാണ്. കാര്യമില്ലാതെയാണോ അവന്റെ ജാതകത്തെക്കുറിച്ച് അവളോട് ആരും പറയാതിരുന്നത്? അവളൊന്നും അറിയരുതെന്ന് പണിക്കര് പ്രത്യേകം പറഞ്ഞിരുന്നതോ? അരുണിമേ, മിഥുന്റെ ജാതകത്തെക്കുറിച്ചോ ആ ജാതകത്തെക്കുറിച്ചുള്ള ദോഷങ്ങളെക്കുറിച്ചോ ഒരു കാരണവശാലും മേഘന അറിയരുത്. അവൾ അതറിയുന്ന നിമിഷം രക്ഷാകവചമായ മേഘനയുടെ ജാതകത്തിന് ആ പ്രഭാവം നഷ്ടപ്പെടും. പിന്നീട് മേഘനയ്ക്ക് ക്ഷണനേരത്തേക്ക് പോലും മിഥുന് നേരെ വരുന്ന അപകടങ്ങളെ തടയാനാവില്ല. അതിനുശേഷം മേഘന അവന്റെ കൂടെ ഉണ്ടായാലും അവനുണ്ടാവുന്ന അപകടങ്ങൾക്ക് സാക്ഷിയാവാനേ അവൾക്ക് കഴിയൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതൊരു സന്ദർഭത്തിലും മിഥുന്റെ ജാതകത്തെക്കുറിച്ച് മേഘന അറിയാൻ പാടില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം പണിക്കരെ. മിഥുന്റെ ജാതകത്തെക്കുറിച്ച് മേഘന അറിഞ്ഞു കഴിഞ്ഞാൽ അവളെന്ന് രക്ഷാകവചം അവന് നഷ്ടപ്പെടും. പിന്നീട് അങ്ങോട്ട് അവൻ എന്ത് അപകടം ഉണ്ടായാലും മേഘനയ്ക്ക് രക്ഷിക്കാനാവില്ല. ആ പട്ടിക്കാട്ടിലെ പിശാചിന്റെ കുഴിഞ്ഞ ബുദ്ധി. അല്ല പിന്നെ കള്ളത്തരത്തിന് വല്ല കുറവുണ്ടോ? ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോ വീട്ടുകാരോടൊന്ന് ചോദിക്കാനോ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയാനോ അതിനൊത്ത് തീരുമാനം എടുക്കാനോ ഒന്നിനും അവൾക്ക് മനസ്സില്ലാന്ന് വെച്ചാ തന്നിഷ്ടം കൂടി കൂടി എവിടെ വരെ എത്തിയെന്ന് നോക്ക്. വന്ന് കേറിയപ്പോ തൊട്ട് മേഘനയ്ക്ക് ഈ വീട്ടിലുള്ളവരെ വാക്കുകൾക്ക് ഒരു വിലയില്ല. അവള് വിചാരിക്കുന്നത് മാത്രമാണ് ശരി. അവക്ക് തോന്നുന്നത് മാത്രമേ ചെയ്യൂന്നൊരു പിടിവാശിയ. അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമെന്നൊന്നും അവൾക്ക് യാതൊരു ചിന്തയില്ല. മഞ്ജരി, കഴിഞ്ഞതിനെ പറ്റി എന്തിനാ ഇങ്ങനെ ചർച്ച ചെയ്യുന്നേ?
ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കണ്ടേ? ഇനി എന്ത് ചെയ്യാനാ മിഥുൻ? മേഘന ജോത്സ്യനെ കാണാൻ പാടില്ല. ഒന്ന് ഫോണെങ്കിലും ചെയ്തു നോക്ക്. ഞാൻ വിളിച്ചു നോക്കാം. മേഘന ഫോൺ ഇവിടെ തന്നെ വെച്ചേക്കുക. ഇനിയിപ്പൊ എന്താ ചെയ്യുക അരുണിമേ? ഹലോ രണിമേ. ഭാർഗവ പണിക്കരെ, എന്റെ മരുമോള് മേഘന മിഥുന്റെ ജാതകം എടുത്തോണ്ട് നിങ്ങളുടെ അടുത്തേക്കായിരിക്കും വരിക. എന്ത്? മേഘന മിഥുന്റെ ജാതകമായി വരുന്നെന്നോ? അതെ പണിക്കരെ, മിഥുന്റെ ജാതകത്തില് ദോഷങ്ങളുണ്ടോന്ന് നോക്കാൻ വേണ്ടിയാ. അവൾക്ക് എന്തോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ജാതകം കാണിച്ച് കാര്യം അന്വേഷിക്കാനാ അവൾ അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുന്നത്. അവളെങ്ങാനും മിഥുന്റെ ജാതകത്തെക്കുറിച്ചോ അതിന്റെ ദോഷങ്ങളെക്കുറിച്ചോ ചോദിച്ചാ എന്താ പറയണ്ടേന്ന് അറിയാലോ. മിഥുന്റെ നല്ല ഭാവിക്ക് വേണ്ടി എനിക്കൊരു കള്ളം പറയേണ്ടി വരും. വേറെ വഴിയില്ല. അതിരിക്കട്ടെ, മേഘനയ്ക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നാൻ എന്താണ് കാരണം? അങ്ങനെ സംഭവിക്കാതെ നോക്കാൻ പറഞ്ഞിരുന്നതല്ലേ? മിഥുന്റെ കാര്യങ്ങളൊന്നും മേഘന അറിയാതെ ശ്രദ്ധിക്കേണ്ടിയിരുന്നതല്ലേ അരുണിമേ? ഇത്ര അശ്രദ്ധ കാണിച്ചാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഭാർഗവ പണിക്കരെ ക്ഷമിക്കണം, ഞങ്ങളാരും ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ശരി പോട്ടെ, സാരമില്ല. മേഘന എന്റെ അടുത്തേക്ക് വന്ന മിഥുന്റെ ജാതകദോഷത്തെക്കുറിച്ചൊന്നും ഞാൻ അവളോട് പറയില്ല. ഇങ്ങോട്ടാ വരുന്നതെങ്കിൽ പേടിക്കണ്ട. അത് തന്നെ എന്റെയും പ്രാർത്ഥന. നിനക്കൊരു കാര്യം അറിയാമോളെ? എന്താ മുത്തശ്ശ? ഈ ഗുരുക്കൾ ഒത്തിരി ശക്തിയുള്ളൊരു വ്യക്തിയാ. ജാതകം നോക്കി ഉള്ളതുപോലെ പറയും. എന്തെങ്കിലും അപകടങ്ങളുണ്ടോന്നോ ദോഷങ്ങളുണ്ടോന്നോ മാത്രമല്ല, ആയുഷ്കാലം വരെ ഗണിച്ചു പറയൂ അത്രേ. നീ വിചാരിക്കുന്നത് പോലെ മിഥുൻ മോന്റെ ജാതകത്തില് അങ്ങനെയുള്ള വല്ല ദോഷങ്ങളും ഉണ്ടെങ്കിൽ അതിന്റെ പരിഹാര മാർഗവും ഗുരുക്കൾ നമുക്ക് പറഞ്ഞു തരും. നമുക്ക് നോക്കാം മുത്തശ്ശ. ദേ ഇവിടെയാ ഞാൻ പറഞ്ഞ ഗുരുക്കള്. മോള് നടക്ക. നമസ്കാരം ഗുരുക്കളെ. പറഞ്ഞോളൂ. ഇതാ ഗുരുക്കളെ, ഈ ജാതകത്തിൽ വല്ല ദോഷങ്ങളോ ഖണ്ഡങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്നും നോക്കി പറയണം ഗുരുക്കളെ. അതിനെന്താ, അങ്ങനെ ആയിക്കോട്ടെ. ഈ ജാതകം ആരുടേതാ മോളെ? ഇത് എന്റെ ഭർത്താവിന്റെ ജാതകമാ. തുടർച്ചയായി അദ്ദേഹത്തിന് ഒത്തിരി അപകടങ്ങൾ ഉണ്ടാവുന്നു. എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളാ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്റെ ഭർത്താവിന് മാത്രം സംഭവിക്കുന്നതെന്നറിയില്ല. ജാതകത്തില് ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങളും അങ്ങ് നിർദ്ദേശിക്കണം. ഞാൻ നോക്കിയിട്ട് പറയാം.
അതെ, ഈ ജാതകം വെച്ച് നോക്കുമ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യാതൊരു ദോഷങ്ങളും അപകടങ്ങളും ഞാൻ കാണുന്നില്ല. രണ്ട് ജാതകത്തിന് നല്ല പൊരുത്തമുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. വലിയ ഉപകാരം ഗുരുക്കളെ. എന്നാലും ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് പറയോ? യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്ന് തന്നെയല്ലേ? ശേഖരൻ എന്താ അങ്ങനെ ചോദിച്ചേ? ഇതുപോലൊരു ജാതകം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് അത്ഭുതകരമായ ജാതകമാണ്. കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ വന്ന വഴി അങ്ങോട്ട് പോവുകയും ചെയ്യും. നിരന്തരമായ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇനി മനസ്സിലെ പേടിയൊക്കെ എടുത്തു കളഞ്ഞേക്കുക. ധൈര്യമായിട്ട് പോയി വരൂ. വിഷമങ്ങളൊക്കെ ഇവിടെ തന്നെ ഉപേക്ഷിക്കുക. ഇപ്പഴാ സമാധാനായത് ഗുരുക്കളെ. ഇങ്ങോട്ട് വരുമ്പോ മനസ്സിലൊരായിരം ചോദ്യങ്ങളായിരുന്നു. ഇപ്പൊ ആ ചോദ്യങ്ങൾക്കെല്ലാം നല്ലൊരു ഉത്തരമാണ് അങ്ങ് തന്നിരിക്കുന്നത്. ഞങ്ങൾ പോയിട്ട് വരട്ടെ ഗുരുക്കളെ. ശരി ഗുരുക്കളെ. മോളവിടെ നിന്നേ. എല്ലാം കേട്ടല്ലോ. മിഥുൻ മോന്റെ ജാതകത്തിൽ എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് നീ വല്ലാതെ പേടിച്ചില്ലായിരുന്നോ? ഇപ്പൊ ഒന്നുമില്ലാന്ന് കേട്ടപ്പോ മനസ്സിലൊരു കുളിർമയൊക്കെ തോന്നുന്നില്ലേ? ഭർത്താവിന്റെ ജാതകത്തിന്റെ കാര്യത്തിൽ ഇനി എന്റെ മോക്ക് സമാധാനായിട്ടിരിക്കാം. കേട്ടല്ലോ മോളെ? ശരി മുത്തശ്ശ. എന്നാ ശരി മോളെ, നമുക്കങ്ങോട്ട് പോയാലോ? നീ വീട്ടിലാരോടും പറയാതെയല്ലേ ഇവിടേക്ക് വന്നത്? അവിടെ എല്ലാരും ചിലപ്പോ നിന്നെ കാത്തിരിക്കുകയാണെങ്കിലോ? അതെ, അതും ശരിയാ. വാ മോളെ. മേഘന ഭാർഗവ പണിക്കരെ കാണാൻ അങ്ങോട്ട് ചെന്നിട്ടില്ലെങ്കിൽ അവള് മറ്റാരെയോ കാണാൻ പോയിരിക്കുക. ഇനിയിപ്പോ മിഥുന്റെ ജാതകത്തെക്കുറിച്ചും ഇവന്റെ ജീവിതത്തെക്കുറിച്ചും സകലതും അവൾ ആ ജോത്സ്യന്റെ അടുത്തുനിന്ന് മനസ്സിലാക്കി കാണും. ഇത്രയും കാലം മേഘന അറിയാതെ സൂക്ഷിച്ച രഹസ്യം ഇന്ന് അവള് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി മേഘനയുടെ ജാതകത്തിന്റെ പ്രഭാവത്താൽ മിഥുന്റെ ആയുസ് രക്ഷിക്കാനാവില്ല. മേഘനയുടെ തന്നിഷ്ടവും ഈ സ്വയമുള്ള തീരുമാനം എടുക്കലും ഒക്കെ അതിന് കടക്കുന്നുണ്ട് അരുണിമേച്ചി. തുടക്കത്തിൽ തന്നെ അരുണിമേച്ചി അവളെ നിയന്ത്രിക്കാതിരുന്നോണ്ടാ ഇന്നിവിടെ ഇങ്ങനൊരവസ്ഥ ഉണ്ടായത്. ഭർത്താവിന് എന്തെങ്കിലും പറ്റുമെന്ന് പേടിച്ചിട്ടല്ലേ ജാതകം കൊണ്ടവൾ ജോത്സ്യനെ കാണാൻ പോയത്? പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ അമ്മയ്ക്ക് മനസ്സിലാവാത്തോണ്ടാ. മിഥുനെ കൊണ്ട് നമ്മൾ മേഘനയെ കല്യാണം കഴിപ്പിച്ചത് എന്തിനായിരുന്നു? ഇപ്പൊ അത് വെറുതെ ഒരു ഭാരം എടുത്ത തലേ വെച്ചതിന് തുല്യായില്ലേ? അവൾക്ക് ഇവനെ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ അവളെ ഇതിന് നമ്മൾ ചുമക്കണം. മേഘനയുടെ ജാതകം മിഥുന്റെ രക്ഷാകവചാണെന്നാണ് പണിക്കര് പറഞ്ഞത്. കാര്യങ്ങളെല്ലാം അവൾ അറിഞ്ഞ പിന്നെ എല്ലാം വെറുതെയാവും. പട്ടിക്കാട്ടിലെ പൊട്ടത്തി തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ മറ്റുള്ളവരും കൂടിയാ അതെല്ലാം അനുഭവിക്കുന്നത്. അരുണിമേച്ചി, നിക്കവിടെ. എവിടെ പോയതാണാവോ? ചോദിച്ചത് കേട്ടില്ലേ? എവിടേക്ക് പോയെന്ന്? അത് ഞാൻ പോയത് ഒരു ജോത്സ്യരെ മിഥുനേട്ടന്റെ ജാതകം കാണിക്കാൻ പോയതാ.
അതിന് നീ എന്തിനാ അവന്റെ ജാതകമായിട്ട് പോകണം? നിന്നെ ആരെ ഇതൊക്കെ ഏൽപ്പിച്ചത്? അതൊക്കെ നോക്കാനും തീരുമാനിക്കാനും ഞങ്ങൾ ഇവിടെ ഉള്ളത്. നിനക്കിത് എന്തിന്റെ കാര്യമായിരുന്നു? അതല്ല അമ്മ, എന്റെ മനസ്സിലെന്തോ. ഇവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും എന്റെ അനുവാദം വേണം. എനിക്കല്ലാതെ മറ്റാർക്കും ഇവിടെ ഒന്നും തീരുമാനിക്കാനുള്ള അധികാരമില്ല. അതിനിടയ്ക്ക് എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ എത്ര വലിയ കാര്യം ചെയ്തു വന്നിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഒന്ന് കേക്ക്. ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഈ വീട്ടിലെ മരുമോളാ. മരുമക്കള് കേറി വരുന്ന വീട്ടിലെ ചട്ടത്തിട്ടങ്ങൾ അനുസരിച്ച് വേണം പെരുമാറാൻ. മറ്റുള്ളവരെ ഉപദേശിക്കേണ്ട മൂത്ത മരുമോള് ഏത് നേരവും തർക്കുത്തരവും താന്തോന്നിത്തരവും കാണിച്ചുകൊണ്ട് വന്ന് നിന്നോളൂ. അല്ല, നിനക്ക് എത്രമാത്രം ധൈര്യം ഉണ്ടായിരിക്കണം എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ഈ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട്? മോം, ഒരു മിനിറ്റ് നിൽക്കും. മേഘന ചെയ്ത ഈ ചെറിയ കാര്യത്തിന് ഇത്രയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ മോം? അമ്മ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല മിഥുനേട്ടാ. ക്ഷമിക്കമ്മേ, എനിക്കാ തെറ്റ് പറ്റിയത്. അമ്മയോട് ചോദിക്കാതെ ഞാൻ പോവരുതായിരുന്നു. പക്ഷെ എന്റെ മിഥുനേട്ടന് കൂടെ കൂടെ ഓരോരോ അപകടങ്ങൾ ഉണ്ടാവുന്നത് കണ്ടപ്പോ തൊട്ട് എന്റെ മനസ്സിൽ തോന്നിയ സംശയം കാരണം തിരിച്ചറിവോട് കൂടി ചിന്തിക്കാനുള്ള മനസ്സ് പോലും എനിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. മിഥുനേട്ടന്റെ ജാതക ദോഷമാണ് ഇതിനൊക്കെ കാരണം എന്ന ചിന്തയിൽ എനിക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഇവിടെയുള്ളവർക്കൊക്കെ ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടെന്നും എനിക്ക് തോന്നിയിരുന്നില്ല. അതുകൊണ്ടാ എനിക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അല്ലാതെ അമ്മയെ ധിക്കരിക്കാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷെ പോയത് കൊണ്ടാണല്ലോ എനിക്കൊരു കാര്യം അറിയാൻ കഴിഞ്ഞത്. എന്റെ സംശയങ്ങളെല്ലാം അസ്ഥാനത്തായിരുന്നു. മിഥുനേട്ടന്റെ ജാതകത്തിലെ ദോഷങ്ങളുണ്ടോ എന്നത് എന്റെ സംശയം മാത്രമായിരുന്നു. മിഥുനേട്ടന്റെ ജീവിതത്തില് ഒരാപത്തും ഉണ്ടാവാൻ പോകുന്നില്ല. അതറിഞ്ഞതിന് ശേഷമാണ് എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടിയത്. മേഘന വല്ല ഉഡായിപ്പ് ജോത്സരെയാണോ പോയി കണ്ടത്? അല്ലെങ്കിൽ പിന്നെ ലോകത്ത് ഒരു ജോത്സരും മിഥുന്റെ ജാതകത്തിൽ ദോഷമില്ലെന്ന് പറയില്ല. വീട്ടിലാരോടും പറയാതെ പോയതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഏട്ടന് ജാതകദോഷമൊന്നും ഇല്ലെന്ന് അറിഞ്ഞപ്പോ മനസ്സിലെ നീറ്റലൊന്ന് അടങ്ങിയതുപോലെ. നീ ആ ജാതകം ആര്യ മേഘനെ കാണിച്ചത്? ഞങ്ങളുടെ ശേഖരമുത്തശ്ശന് പരിചയമുള്ള ഒരു ശങ്കരരാമ ഗുരുക്കളെയാണ് കാണിച്ചത്. അദ്ദേഹം നോക്കി പറഞ്ഞു. ശരിയെന്ന്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നിനക്ക് സമാധാനായല്ലോ? ഈ ജാതക കാര്യം പറഞ്ഞോണ്ട് ഇനി ഈ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ? ഇത്ര വൃത്തിയായി അറിഞ്ഞതിന് ശേഷം ഇനി എനിക്ക് എന്ത് സംശയം ഉണ്ടാവാനാ? താങ്ക് ഗോഡ്. നല്ലതിനാണോ ചീത്തയ്ക്കാണോ ആവോ, മിഥുന്റെ ജാതകത്തെക്കുറിച്ചോ അതിന്റെ ദോഷത്തെക്കുറിച്ചോ അവളോട് ഏത് ശങ്കരരാമനായാലും തെറ്റിച്ചു പറഞ്ഞത് എന്റെ മഹാഭാഗ്യം. മോളെ മേഘനെ, കാര്യങ്ങൾ അറിഞ്ഞപ്പോ നിന്റെ മനസ്സിലെ സംശയങ്ങൾ മാറിക്കിട്ടിയല്ലോ. എല്ലാം മാറി അച്ഛമ്മേ. എന്നാലേ ഈ പ്രാവശ്യം ചെയ്തതിരിക്കട്ടെ. ഇനി ഒരിക്കലും വീട്ടുകാരെ അറിയിക്കാതെ ഇങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ. ഞങ്ങൾ മുതിർന്നവരൊക്കെ ഉണ്ടല്ലോ. എപ്പ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങൾ മുതിർന്നവര് നോക്കിക്കോളാം. ആയിക്കോട്ടെ അച്ഛമ്മേ. എന്നാ പ്രശ്നമെല്ലാം തീർന്നല്ലോ. ഇക്കാര്യം ഇനി എല്ലാരും ഇവിടെ അങ്ങ് വിട്ടേക്ക്. ഇടയ്ക്കിടയ്ക്ക് ഭാർഗവ പണിക്കര് മിഥുന്റെ ജാതകം നോക്കാറുള്ളതാ. ജാതകത്തിലെ ദോഷം ഉണ്ടെന്നുള്ളതും സത്യമാണ്. എന്നിട്ടും മേഘനയോട് ആരെ ഇങ്ങനൊരു കള്ളക്കഥ പറഞ്ഞത്? അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്തായിരിക്കും?
ശാലു, എടി ശാലു, ശാലു നിന്നെ അടി. എന്താ മമ്മി? പട്ടാപ്പകല് കിനാവും കണ്ടോണ്ടിരിക്കുക. കിനാവല്ല മമ്മി, എന്റെ മിഥുനായിട്ട് ഞാൻ ഒരു ഡ്യുവറ്റ് പാടുമായിരുന്നു. ഡ്യുവറ്റ് അവന്റെ കൂടെ ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇതെന്താടി പേപ്പറും കെട്ടിപ്പിടിച്ചിട്ട്? അങ്ങനെ എന്താ അതിലുള്ളത്? ഇത് മിഥുന്റെ ജാതകം മമ്മി. ഇതെങ്ങനെയാ നിന്റെ കയ്യിൽ വന്നേ? ഒന്ന് നമുക്ക് ഈ ജാതകം ഒരു എക്സ്പേർട്ട് ആയ അസ്ട്രോളജറെ കാണിക്കണം മമ്മി. ഓൾറെഡി മേഘന കാണിച്ചിട്ട് വന്നല്ലേ, കുഴപ്പമൊന്നുമില്ലെന്ന് പറയുകയും ചെയ്തു. മേഘനെ കൊണ്ട് കാണിച്ചത് മിഥുന്റെ ജാതകം അല്ല മമ്മി. നീ എന്തീ പറയുന്നേ? പിന്നെ ആരുടെ ജാതകം അവള് കാണിച്ചേ? എനിക്ക് വേണ്ടി ഡാഡി കണ്ടെത്തിയ ഒരു ചെറുക്കന്റെ ജാതകം മമ്മി കാണിച്ചില്ലായിരുന്നോ? അതായിരുന്നു അത്. അന്ന് മേഘന വീട്ടിൽ വന്നപ്പോഴേ ഞാൻ അതങ്ങ് മാറ്റി. ഹലോ, മിഥുന്റെ ജാതകം കിട്ടിയ സ്ഥിതിക്ക് ആ ജാതകമായിട്ട് എന്റെ ജാതകം യോജിക്കുന്നുണ്ടോന്നൊന്ന് നോക്കിക്കണം. ഞങ്ങളുടെ ജാതകം ചേർച്ചയുണ്ടെങ്കിൽ കല്യാണം കഴിയുമ്പോ ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാവില്ലല്ലോ. മോളെ മേഘനെ, നീ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാൻ എടുത്തു തരാം. ചേച്ചി ഇതാ ഫോൺ. എന്ന മോളെ നമുക്ക് ഇറങ്ങിയാലോ? വരൂ. അത് ശരി. അപ്പൊ മേഘന കൊണ്ട് കാണിച്ചത് മിഥുന്റെ ജാതകമല്ലേ? എന്തിനാടി ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നേ? പൊട്ടത്തരൊന്നല്ല മമ്മി, മിഥുന്റെ ജാതകമായിട്ട് എന്റെ ജാതകം ചേരുമെന്ന് നോക്കാൻ എടുത്തതാ മമ്മി. വലിയ കാര്യമായി പോയി. വല്ലവന്റെ ജാതകവും കാണിച്ച് ദോഷമില്ലെന്ന് പറഞ്ഞ അവൾ അങ്ങ് തുള്ളിച്ചാടി പോയിരിക്കുക. ഇവിടെ നീതേ വേറൊരുത്തിയുടെ ഭർത്താവിനെയും കെട്ടിപ്പിടിച്ച് ഡ്യുവറ്റും പാടി പകൽക്കിനാവും കണ്ടോണ്ട് നടക്കുക. രണ്ടുപേരും കൊള്ളാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ അത് വല്ലതാണോ കാര്യം? നമുക്കൊരു അസ്ട്രോളജറെ കണ്ട് മിഥുന്റെ ജാതകമായിട്ട് എന്റെ ജാതകം ചേരുമെന്നൊന്ന് നോക്കാം. പരിചയമുള്ള ജോത്സ്യർ വല്ലതും ഉണ്ടേ പറ മമ്മി. നിനക്കിത് എന്തിന്റെ കേടാ പെണ്ണേ? കെട്ടും കഴിഞ്ഞ് വേറൊരു കാമുകിയും കൂടെ ഉള്ളവനാ. എനിക്കതൊന്നും അറിയണ്ട മമ്മി. മമ്മി ഒരു അസ്ട്രോളജറെ കണ്ടുപിടിക്കും. പറ്റുമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ മമ്മി. ഇതിന്റെ പേരിൽ ഇവളെ വല്ല ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ടാക്കേണ്ടി വരൂ എന്റെ ഈശ്വര. മിഥുനേട്ടന്റെ ജാതകത്തിൽ ദോഷങ്ങളുണ്ടോ എന്നത് എന്റെ സംശയം മാത്രമായിരുന്നു. മിഥുനേട്ടന്റെ ജീവിതത്തില് ഒരാപത്തുണ്ടാവാൻ പോകുന്നില്ല. അതറിഞ്ഞതിന് ശേഷമാണ് എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടിയത്. പക്ഷേ ഏട്ടന് ജാതകദോഷമൊന്നും ഇല്ലെന്നറിഞ്ഞപ്പോ മനസ്സിലെ നീറ്റലൊന്ന് അടങ്ങിയതുപോലെ. അതെന്തുകൊണ്ട് എന്റെ ജാതകത്തിൽ ദോഷമില്ലെന്ന് പറഞ്ഞു? 13 മാസം കഴിയുന്നത് വരെ പല വിധത്തിലുള്ള ആപത്തുകൾ ജീവിതത്തിൽ ഉണ്ടാവുന്നല്ലേ പറഞ്ഞേ? എന്തായാലും അതൊന്നും മേഘനെ അറിയാഞ്ഞത് നന്നായി. അല്ലെങ്കിൽ അതും പണിയായേ. മിഥുനേട്ടാ, ഏട്ടൻ എന്നോട് ക്ഷമിക്കണം.
ഏട്ടനോട് നുണ പറയണമെന്നോ ഏട്ടനെ ചതിക്കണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഏട്ടന്റെ സുരക്ഷയായിരുന്നു എന്റെ ലക്ഷ്യം. എന്നാലും നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു മേഘനെ. ജാതകത്തിൽ ദോഷമൊന്നും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലോ?